ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഹാജാസ് ക്ലാസ്സസ്. മെം സീരീസിലേക്ക് ഏവർക്കും സ്വാഗതം. ഹാജാസ് ക്ലാസ്സസിൻ്റെ മെം സീരീസിലെ ഇംഗ്ലീഷിലെ മൂന്നാമത്തെ ക്ലാസ്സാണിത്. മെം സീരീസ് കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം ഈ മൂന്ന് ടോപ്പിക്സ് PSCയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട മൂന്ന് ഏരിയാസാണ്. പ്രത്യേകിച്ച് ഡിഗ്രി ലെവൽ പരീക്ഷകൾ, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, SA പോലുള്ള ഗ്ലാമറസ് പൊസിഷൻസ്, യൂണിഫോം തസ്തികയിലേക്ക് വരുന്ന സമയത്ത് CPO, അതേപോലെ സിവിൽ എക്സൈസ് ഓഫീസർ, വുമൻ CPO, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ തുടങ്ങിയ എല്ലാ പരീക്ഷകളിലും ഉറപ്പായിട്ടും നമ്മുടെ കയ്യിൽ ഒതുങ്ങേണ്ട മൂന്ന് ടോപ്പിക്സാണ് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം. ഈ ടോപ്പിക്സ് നിങ്ങളുടെ കൈപ്പിടിക്കുള്ളിൽ ഒതുക്കുന്നതിന് വേണ്ടി ഹാജാസ് ക്ലാസ്സസ് മുന്നിലേക്ക് വെക്കുന്ന സീരീസാണ് M സീരീസ്. സോ ഇതിൽ ഇംഗ്ലീഷ് PYQs നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്ത് വരുന്നുണ്ട്. 20 ചോദ്യങ്ങളാണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇത് 21ാമത്തെ ചോദ്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്നാൽ തുടങ്ങാം. സോ 21ാമത്തെ ചോദ്യം, he always dash his work on time. He always dash his work on time. ഓപ്ഷൻസ് കാണുമ്പോൾ മനസ്സിലായി, ഇത് ഗ്രാമർ പോർഷനിൽ നിന്നുള്ള ചോദ്യമാണ്, അല്ലെ? ഗ്രാമറാണ്. സോ he always dash his work on time. ഇതിൽ ഓൾവേസ് എന്ന് പറയുന്ന ഒരു പദം ശ്രദ്ധിക്കുക. ഓൾവേസിന്റെ അർത്ഥം എന്താ? എല്ലായ്പ്പോഴും. അപ്പോൾ ഒരു സെന്റൻസിൽ എല്ലായ്പ്പോഴും അല്ലെങ്കിൽ ഇടയ്ക്കിടെ, ഒരിക്കലുമല്ല തുടങ്ങിയ അർത്ഥത്തിന് വരുന്ന പദങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ആ ഒരു സെന്റൻസ് സിമ്പിൾ പ്രസന്റ് ആണ് എന്ന് മനസ്സിലാക്കുക. സിമ്പിൾ പ്രസന്റ് ആണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഒരു സെന്റൻസിൽ ഓൾവേസ് അല്ലെങ്കിൽ ഇടയ്ക്കിടെ എന്നർത്ഥം വരുന്ന ഓഫൻലി, അല്ലെങ്കിൽ ഒരിക്കലും ഇല്ല എന്നർത്ഥം വരുന്ന നെവർ, ഇത്തരത്തിലുള്ള പദങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് സിമ്പിൾ പ്രസന്റ് ആണ്. സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ അവിടെ എന്താ വേണ്ടത്? സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ V1 ആണ് വേണ്ടത്. V1 ആണ് വേണ്ടത്, അല്ലേ? V1 ആണ് വേണ്ടത്. ഇനി V1 മാത്രമാണോ വേണ്ടത്? V1 മാത്രമല്ല, സബ്ജക്റ്റ് സിംഗുലർ ആണ് എങ്കിൽ V1 ശേഷം ഒരു S അല്ലെങ്കിൽ ES ആഡ് ചെയ്യണം. സബ്ജക്റ്റ് പ്ലൂറൽ ആണ് എങ്കിൽ അവിടെ V1 അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം? അതേപോലെ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ അല്ലേ? സോ ഇവിടെ സബ്ജക്റ്റ് ഹി ആണ്. ഹി എന്ന് പറഞ്ഞാൽ അവൻ, സിംഗുലർ ആണ്. അപ്പോൾ നമുക്ക് വേണ്ടത് സിംഗുലർ ആയിട്ടുള്ള ഒരു V1 സിംഗുലർ ആയിട്ടുള്ള V1 എങ്ങനെ തിരിച്ചറിയാം? സിംഗുലർ, തുടക്കം S അല്ലേ? സോ സിംഗുലർ ആയിട്ടുള്ള വേർബിന്റെ അവസാനത്തിൽ S ഉണ്ടാവും. അപ്പൊ കംപ്ലീറ്റ്സ്, ഓപ്ഷൻ C ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. മനസ്സിലായോ? അപ്പോൾ ഒരു സെന്റൻസിൽ ഓൾവേസ് അല്ലെങ്കിൽ ഓഫൻലി, ഇടയ്ക്കിടെ, സംടൈംസ്, വല്ലപ്പോഴും, ചിലപ്പോൾ, അല്ലെങ്കിൽ ഒരിക്കലുമല്ല എന്ന അർത്ഥത്തിന് വന്നാൽ അത് സിമ്പിൾ പ്രസന്റ് ആണ്. സിമ്പിൾ പ്രസന്റ് ആകുമ്പോൾ സബ്ജക്റ്റിന് ശേഷം V1 ആണ്. അവിടെ ശ്രദ്ധിക്കുക, സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ V1 ശേഷം S ഉണ്ടാകും അല്ലെങ്കിൽ ES ഉണ്ടാകും. സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ V1 അതേപോലെ കൊടുത്താൽ മതി, വേറെ മാറ്റങ്ങളൊന്നും വരുത്തേണ്ടതില്ല. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? സോ ഓപ്ഷൻ C ആണ് ഉത്തരം. ദെൻ അടുത്ത ചോദ്യം 22ാമത്തത്, ഹി ഡാഷ് ഫോർ ഡൽഹി ലാസ്റ്റ് സൺഡേ. ടെൻസ് തന്നെയാണ്. ഇവിടെ ലാസ്റ്റ് സൺഡേ എന്ന് പറയുമ്പോൾ പാസ്റ്റായി, അല്ലേ? കഴിഞ്ഞ കാലത്തിലേക്ക് സൂചന നൽകുന്ന ലാസ്റ്റ് സൺഡേ അല്ലെങ്കിൽ യെസ്റ്റർഡേ, ഇന്നലെ, കഴിഞ്ഞ മാസം, കഴിഞ്ഞ വർഷം, ഇങ്ങനെ കഴിഞ്ഞ കാലത്തിലേക്ക് സൂചന തരുന്നതാണെങ്കിൽ അത് സിമ്പിൾ പാസ്റ്റ് ആണ്. സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ എന്ത് ചെയ്യണം? സബ്ജക്റ്റിന് ശേഷം V2 കൊടുക്കണം, അഥവാ verb to കൊടുക്കണം. ഇവിടെ ഓപ്ഷൻസിൽ ലീവ്സ്, ലെഫ്റ്റ്, ഹാസ് ലെഫ്റ്റ്, വിൽ ലീവ്, ഇതാണ് ഓപ്ഷൻസിൽ വന്നിട്ടുള്ളത്. ഇതിൽ ലീവ്സ് V1 ആണ്, ലെഫ്റ്റ് V2 ആണ്. ഇതാണ് നമ്മുടെ ഉത്തരം. ഓക്കെ അല്ലേ? V2 മാത്രം മതി. ഇത് ഹാസ് ലെഫ്റ്റ് എന്ന് പറയുന്നത് ഹാസ് പ്ലസ് V3 ആണ്. അതൊക്കെ പ്രസന്റ് പെർഫെക്റ്റിൽ വരുന്നതാണ്. വിൽ ലീവ് ഒക്കെ ഫ്യൂച്ചറിലാണ്, സിമ്പിൾ ഫ്യൂച്ചറിൽ വരുന്നതാണ്. നമുക്ക് ആര് മതി? പാസ്റ്റ് മതി. അപ്പോൾ ഒന്നുകൂടി പറയാം, സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ സബ്ജക്റ്റിന് ശേഷം V1, അവിടെ തന്നെ സിംഗുലർ പ്ലൂറൽ എന്ന വ്യത്യാസം നോക്കണം. എന്നാൽ സിമ്പിൾ പാസ്റ്റ് ആകുന്ന സമയത്ത് സബ്ജക്റ്റിന് ശേഷം V1 ആണ്, V1 അല്ല V2 ആണ്. അവിടെ പ്രത്യേകിച്ച് മാറ്റമൊന്നും വരുത്തണ്ട, V2 അങ്ങനെ കൊടുത്താൽ മതി. സബ്ജക്റ്റ് സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലും V2 തന്നെയാണ്. ഓക്കെ അല്ലേ?
സിമ്പിൾ അല്ലേ? ദെൻ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ദ എലിഫന്റ് unlike tigers and lions not eat flesh. ഫിഷ് എന്നല്ല, ഫ്ലഷ് എന്നാണ് കേട്ടോ. ഫ്ലഷ് എഫ് കഴിഞ്ഞിട്ടൊരെല്ലുണ്ട്, FLESH, ഫ്ലഷ്. എലിഫന്റ് ആന ഉണ്ടല്ലോ, ആന. അൺലൈക്ക് ടൈഗേഴ്സ് ആൻഡ് ലയൺസ്, ടൈഗേഴ്സിനെയും ലയൺസിനെയും പോലെയൊന്നും അല്ല. ലൈക്ക് എന്ന് പറഞ്ഞാൽ പോലെ, അൺലൈക്ക് എന്ന് പറഞ്ഞാൽ പോലെയല്ല. അപ്പോ ടൈഗേഴ്സിനെയും ലയൺസിനെയും പോലെ അല്ല എലിഫന്റ്. എലിഫന്റ് എന്ത് ചെയ്യില്ല? ഫ്ലഷ് കഴിക്കില്ല. ടൈഗേഴ്സും ലയൺസും ഫ്ലഷ് കഴിക്കും. ഇങ്ങനെ കറങ്ങി ചുറ്റിയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചേ ഇവിടെ ഡാഷ് വന്നിട്ടുള്ളത് ഇവിടെയാണ്. അഥവാ ഇവിടെ നമുക്ക് ഡസ്, ഡു, വാസ്, ഡിഡ് ഇവയിൽ ഏതെങ്കിലും ഒന്നുകൊണ്ട് ഫില്ല് ചെയ്യണം അല്ലെ? ഏതെങ്കിലും ഒന്നുകൊണ്ട് ഫില്ല് ചെയ്യണം. ഇവിടെ എല്ലാവർക്കും വരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ടൈഗേഴ്സ് ആൻഡ് ലയൺസ് തൊട്ടടുത്ത് കടപ്പുള്ളത് കൊണ്ട് ടൈഗേഴ്സ് ആൻഡ് ലയൺസ്. അപ്പൊ രണ്ടുപേരുള്ളപ്പോൾ അത് പ്ലൂറലാണ്. സോ സബ്ജക്റ്റ് പ്ലൂറൽ ആണ് എങ്കിൽ ഓക്സിലറി പ്ലൂറൽ ആകണ്ടേ എന്നൊരു ചിന്ത വരും. അങ്ങനെ ചിന്തിക്കാൻ വരട്ടെ. അവിടുത്തെ സബ്ജക്റ്റ് ടൈഗേഴ്സും ലയൺസും ഒന്നും അല്ല, മറിച്ച് എലിഫന്റ് ആണ്. അർത്ഥം ചിന്തിച്ചേ. എലിഫന്റ് ടൈഗേഴ്സിനെയും ലയൺസിനെയും പോലെ അല്ല. എലിഫന്റ് ഫ്ലഷ് കഴിക്കില്ല. അപ്പൊ ഇവിടെ കഴിക്കില്ല എന്ന പ്രവൃത്തി സംഭവിച്ചത് എലിഫന്റിൽ നിന്നല്ലേ? സോ എലിഫന്റ് ആണ് സബ്ജക്റ്റ്. എലിഫന്റ് ആകെ ഒരാളല്ലേ ഉള്ളൂ, സിംഗുലർ അല്ലേ? അപ്പൊ നമുക്ക് സിംഗുലർ ആണ് വേണ്ടത്. ഇനി നമുക്ക് നേരെ ഓപ്ഷൻസിലേക്ക് വരാം. ഡസ് സിംഗുലർ ആണ്, ആൻസർ ആകാൻ സാധ്യതയുണ്ട്. ഡു പ്ലൂറൽ ആണ്, ഇത് ആൻസർ അല്ല. വാസ് സിംഗുലർ അല്ലേ? വാസ് സിംഗുലർ ആണ്. ഡിഡ് സിംഗുലറിന്റെ കൂടെയും പ്ലൂറലിന്റെ കൂടെയും വരുന്നതാണ്. സോ നിങ്ങളിവിടെ മനസ്സിലാക്കുക, വാസ് കഴിഞ്ഞ് വന്നാൽ അത് സാധാരണ ഒരു ആക്റ്റീവ് സെന്റൻസ് ആണ് എങ്കിൽ V1 + ING വരണം. ഇവിടെ V1 + ING വന്നിട്ടില്ല, V1 വന്നിട്ടുള്ളൂ. സോ നമുക്ക് C എന്തായാലും കളയാം. മനസ്സിലായോ? നമ്മൾ പറഞ്ഞു, പ്രോപ്പറായിട്ടുള്ള എക്സ്പ്ലനേഷൻ തന്നു. ഇൻഡെപ്തിലായിരിക്കും നിങ്ങൾക്ക് ഇംഗ്ലീഷ് ക്ലാസ് കിട്ടുന്നത് എന്ന് പറഞ്ഞു. അതാണ് ഞാൻ ഇൻഡെപ്തിലേക്ക് പോകുന്നത്. എനിക്ക് ഉത്തരം മാത്രം പറഞ്ഞു പോകേണ്ട ആവശ്യമേ ഉള്ളൂ. പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതല്ല, ആഴത്തിൽ പഠിക്കുക. ഓപ്ഷൻസിൽ പിന്നെ കൺഫ്യൂഷൻ ഉണ്ടാകാനേ പാടില്ല. ഇനി ഓപ്ഷൻ ഡിയുടെ പ്രത്യേകത, ഡിഡ് വന്നാൽ സിംഗുലറും പ്ലൂറലും വരാം. ഇവിടെ ഡിഡ് കൊടുക്കുകയാണെങ്കിൽ ഡിഡിൻ ഈറ്റ് എന്നേ പറയൂ, ഈറ്റണം അല്ലെങ്കിൽ ഏറ്റെന്നൊന്നും പറയാറില്ല. പക്ഷേ ഈ ഒരു സെന്റൻസിന്റെ പ്രത്യേകത, ഇതൊരു യൂണിവേഴ്സൽ ട്രൂത്ത് ആണ്. എലിഫന്റ് ഫ്ലഷ് കഴിക്കില്ല എന്നുള്ളത് യൂണിവേഴ്സൽ ട്രൂത്ത് ആണ്. ഇതൊരു യൂണിവേഴ്സൽ ട്രൂത്ത് ആണ് അല്ലെ? ഒരു പ്രാപഞ്ചിക സത്യമാണ്. എലിഫന്റ് ഫ്ലഷ് കഴിക്കില്ല എന്നുള്ളത് പ്രാപഞ്ചിക സത്യമാണ്. പ്രാപഞ്ചിക സത്യം എന്ന് പറയുമ്പോൾ ഇന്നലെയും അങ്ങനെയാണ്, ഇന്നും അങ്ങനെയാണ്, നാളെയും അങ്ങനെ തന്നെ ആയിരിക്കും. അതാണ് പ്രാപഞ്ചിക സത്യം എന്ന് പറയുന്നത്. എലിഫന്റ് കഴിഞ്ഞ നൂറ്റാണ്ടുകളായിട്ട് വെജിറ്റേറിയൻ ആണ്, ഇനി ഭാവിയിലും വെജിറ്റേറിയൻ തന്നെ ആയിരിക്കും. സോ അതുകൊണ്ട് നമുക്ക് സിമ്പിൾ പ്രസന്റിലെ പറയാൻ കഴിയൂ. യൂണിവേഴ്സൽ ട്രൂത്ത് സിമ്പിൾ പ്രസന്റിലെ പറയാൻ കഴിയൂ. അപ്പൊ നമുക്ക് ഒന്നെങ്കിൽ ഡസ് അല്ലെങ്കിൽ ഡു കൊടുക്കണം. എലിഫന്റ് സിംഗുലർ ആയതുകൊണ്ട് നമ്മൾ ഡസ് കൊടുത്തു. ഓക്കെ അല്ലേ? ക്ലിയർ ആയോ? ദെൻ അടുത്തതിലേക്ക് വരാം. ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരം എന്ന് പറഞ്ഞു. 24ാമത്തെ ചോദ്യം, ഇറ്റ് ഡാഷ് ഹെവിലി ഫോർ എ വീക്ക്. ഒരാഴ്ചയായിട്ട് ഇവിടെ ഭയങ്കര മഴ തന്നെയാണ്. ടെൻസിന്റെ ഭാഗത്ത് നിന്നുള്ള ചോദ്യമാണ്. മനസ്സിലാക്കുക, ടെൻസിന്റെ ഭാഗത്ത് നിന്നുള്ള ചോദ്യം. നമ്മളിപ്പോൾ കണ്ട 4 ചോദ്യങ്ങളും ടെൻസിന്റെ ഭാഗത്ത് നിന്നുള്ള ചോദ്യങ്ങളാണ്. അപ്പൊ ഇവിടെ ഫോർ എ വീക്ക് ഒരാഴ്ചയായിട്ട്. അപ്പോൾ സിൻസ് ഫോർ ഈ 2 വേർഡുകളും പെർഫെക്റ്റ് കണ്ടിന്യൂസുകളിലേക്കുള്ള സൂചനയാണ്. പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ പാസ്റ്റുമാകാം, പ്രസന്റുമാകാം, ഫ്യൂച്ചറുമാകാം. പക്ഷെ നമ്മൾ എപ്പോഴും പ്രിഫറൻസ് കൊടുക്കേണ്ടത് പ്രസന്റിനാണ്. കേട്ടോ. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസുകളിലാണ് അധികവും സിൻസും ഫോറും യൂസ് ചെയ്യുക. ടെൻസിനെ കുറിച്ച് നിങ്ങൾ ഇൻഡെപ്ത് നിങ്ങൾക്കൊന്നും അറിയില്ല എങ്കിൽ കൂടിയും, അഥവാ 12 ടെൻസ് നിങ്ങൾക്ക് അറിയുന്നില്ല എങ്കിൽ കൂടിയും ഞാൻ ഈ പറയുന്നത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഓക്കെയാണ്. ഈ ഒരു ഏരിയയിലെ ചോദ്യം ഓക്കെയാണ്.
പെർഫെക്റ്റ് കണ്ടിന്യൂസുകളുടെ ഫോർമാറ്റ് പഠിച്ചു വെച്ചോളൂ. സബ്ജക്റ്റിന് ശേഷം പ്രസന്റ് പെർഫെക്റ്റ് ആണെങ്കിൽ ഹാസ് ഓർ ഹാവ് ബീൻ പ്ലസ് V1 പ്ലസ് ing. ഹാസ് ഓർ ഹാവ് ബീൻ പ്ലസ് V1 പ്ലസ് ing. ചില ആളുകൾക്ക് ഈ പ്ലസ് എന്നൊക്കെ കേൾക്കുന്ന സമയത്ത് ഒരു ബുദ്ധിമുട്ടാണ് അല്ലേ? പ്ലസ് ഒന്നും പറയേണ്ട സാറേ, അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ മാത്സ് പോലെയൊക്കെ തോന്നും. നിങ്ങൾ മനസ്സിലാക്കുക, നമ്മളെപ്പോഴും അതൊരു പ്രോപ്പറായിട്ടുള്ള രീതിയിൽ ആദ്യം പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഷോർട്ട് കട്ടോ എന്ത് വേണമെങ്കിലും നിങ്ങൾ ഉപയോഗിച്ചോളൂ. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. 10-50 വയസ്സുള്ള സാക്ഷരതാ മിഷനിൽ വന്നിരിക്കുന്ന സ്റ്റുഡൻസ്, 50 വയസ്സെന്ന് പറയുമ്പോൾ എത്ര ഗ്യാപ്പ് വന്നിട്ടാണ്? നിങ്ങൾക്ക് അത്രയും ഗ്യാപ്പ് വന്നിട്ടില്ലല്ലോ അല്ലേ? അവർ പണ്ടെങ്ങാണ്ട് 7-8 പഠനം നിർത്തിയതിനു ശേഷം വർഷങ്ങൾക്ക് ശേഷം 20-30 വർഷങ്ങൾക്ക് ശേഷം വന്നിരിക്കുന്ന അത്രയും പ്രായമുള്ള സ്റ്റുഡൻസിനോട് കൃത്യമായിട്ട് അവർക്ക് ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്തതിന് ശേഷമാണ് ഷോർട്ട് കട്ട് കൊടുക്കുന്നത്. അപ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത് കാര്യങ്ങൾ ഇൻഡെപ്തിലെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായതിനു ശേഷം ഓർക്കാനുള്ള കുറുക്ക് വഴികൾ ഓർത്ത് വെച്ചിട്ടേ കാര്യമുള്ളൂ. അത് ഏതൊരു സബ്ജക്റ്റിനും അങ്ങനെയാണ് കേട്ടോ. ആദ്യമേ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഷോർട്ട് കട്ട് ചോദിക്കരുത്, കോഡ് ചോദിക്കരുത്. അതൊക്കെ നമുക്ക് പിന്നീട് കേട്ടോ കോഡുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സൊക്കെ നിങ്ങൾക്ക് തരും. സോ പറഞ്ഞു വരുന്നത് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിന്റെ ഫോർമാറ്റ് ഹാസ്, ഹാവ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ing. അപ്പോൾ ഹാസ് അല്ലെങ്കിൽ ഹാവ്, സിംഗുലർ ആണെങ്കിൽ ഹാസ്, പ്ലൂറൽ ആണെങ്കിൽ ഹാവ്, പിന്നെ ബീന് വെർബ് 1 പ്ലസ് ing. സോ നമുക്ക് നോക്കാം ഈ ഫോർമാറ്റിലുള്ളത് ഓപ്ഷനിൽ ഏതാ ഉള്ളത്? ആകെ ഒരെണ്ണേ ഉള്ളൂ, ഹാസ് ബീൻ റെയിനിങ്. അത് തന്നെയാണ് ഉത്തരം. ഓക്കെ അല്ലേ? ഇവിടെ പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സിൻസും ഫോറും കാലത്തെ സൂചിപ്പിക്കുന്ന പദങ്ങളാണ്. അപ്പോൾ സിൻസ് എന്ന് പറയുമ്പോൾ മുതൽ എന്നുള്ള അർത്ഥത്തിനാണ്. അപ്പോൾ സിൻസിന് ശേഷം ഒരു എക്സാക്ട് വർഷം അല്ലെങ്കിൽ മാസം അല്ലെങ്കിൽ ദിവസം കൊടുക്കണം. സിൻസ് പറഞ്ഞാൽ സിൻസ് 2001 വരെ ഭയങ്കര മഴയാണ്, അല്ലെങ്കിൽ ജൂൺ മാസം വരെ ഭയങ്കര മഴയാണ്, അല്ലെങ്കിൽ തിങ്കളാഴ്ച വരെ ഭയങ്കര മഴയാണ്. അപ്പോൾ സിൻസിന് ശേഷം എക്സാക്ട് അല്ലെങ്കിൽ ഫിക്സഡ് ആയിട്ടുള്ള ഒരു വർഷമോ മാസമോ ദിവസമോ സമയമോ പറയാം. എന്നാൽ ഫോർ എന്ന് പറയുന്നത് കാലയളവിനെ സൂചിപ്പിക്കുന്നതാണ്. ഇവിടെ കണ്ടില്ലേ, ഒരാഴ്ചയായിട്ട് ഒരു ഡ്യൂറേഷനാണ്, അതൊരു കാലയളവാണ്, അല്ലെങ്കിൽ ഒരു പീരീഡ് ഓഫ് ടൈമാണ്. ഒരാഴ്ച, 2 ആഴ്ച, 3 ആഴ്ച, 1 മാസം, 2 വർഷം, 5 വർഷം, 10 വർഷം, അല്ലെങ്കിൽ 5 നൂറ്റാണ്ട്. അപ്പോൾ ഫോറിന് ശേഷം എപ്പോഴും ഒരു കാലയളവാണ് കൊടുക്കുന്നത്. സിൻസിന് ശേഷം കൃത്യമായിട്ടുള്ളൊരു വർഷം. അത് നിങ്ങൾ കമ്പനികളുടെ പേരൊക്കെ ഓർത്താൽ മതി. സിൻസ് 2001 എന്നൊക്കെ പറഞ്ഞു ചില കമ്പനികൾക്ക് കൊടുക്കാറുണ്ട്. അപ്പോൾ ആ വർഷം മുതൽ ആ കമ്പനി നിലനിൽക്കുന്നുണ്ട് എന്നാണ് അതിനർത്ഥം. ഓക്കെ അല്ലേ? അപ്പോൾ സിൻസ് 4 യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് മനസ്സിലാക്കുക. സിൻസ് യൂസ് ചെയ്യുന്നത് ഒരു എക്സാക്ട് ടൈം പീരീഡിനെ സൂചിപ്പിക്കാനാണ്. 4 യൂസ് ചെയ്യുന്നത് ഒരു കാലയളവിനെ സൂചിപ്പിക്കാനാണ്. ഇവ രണ്ടും കൂടുതലായിട്ട് വരുന്നത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസുകളിലാണ്. എന്നാൽ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലും ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസിലും സെയിം സംഗതി യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഓപ്ഷനിൽ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഇല്ല എങ്കിൽ ബാക്കിയുള്ളതിലേക്ക് നമുക്ക് പോകാം. പ്രിഫറൻസ് എവിടെ കൊടുക്കുക? പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിന് കൊടുക്കുക. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിന്റെ ഫോർമാറ്റ് ഹാസ് ഓർ ഹാവ് ബീൻ പ്ലസ് വെർബ് 1 പ്ലസ് ing. ക്ലിയർ ആയോ? പക്കായോ? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ദ കാൻഡിഡേറ്റ് വാസ് ഈഗർ ഡാഷ് ഫോർ ആൻ ഇന്റർവ്യൂ. കാൻഡിഡേറ്റ് ഇന്റർവ്യൂയിലേക്ക് ഇന്റർവ്യൂ ഈഗർ എന്ന് പറയുമ്പോൾ ആകാംക്ഷയാണ്. അപ്പോൾ ഇന്റർവ്യൂ ആയിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു ആകാംക്ഷ. ഓപ്ഷൻ നോക്കുന്ന സമയത്ത് ടു കോൾ, ടു ബി കോൾഡ്, ഫോർ കോളിംഗ്, ടു കോൾഡ് എന്നൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ കോൾ, നിങ്ങൾ ചിന്തിക്കും കോൾ ഇന്റർവ്യൂവിന് വിളിക്കാനായിരിക്കും അല്ലെ? ഇന്റർവ്യൂവിന് വിളിക്കാനാണ് ആകാംക്ഷ. ഇന്റർവ്യൂവിന് വിളിക്കാനല്ല, ഇന്റർവ്യൂവിന് നമ്മുടെ പേര് വിളിക്കാനാണ് നമുക്ക് ആകാംക്ഷ ഉണ്ടാകുന്നത് അല്ലെ? ഇന്റർവ്യൂ വിളിക്കാനല്ല, ഇന്റർവ്യൂവിൽ നമ്മുടെ പേര് വിളിക്കാനാണ് നമുക്ക് ആകാംക്ഷ ഉണ്ടാവുക. അപ്പോൾ വൊക്കാബുലറിയാണ്. അപ്പോൾ ഇന്റർവ്യൂവിൽ നമ്മുടെ പേര് വിളിക്കുക, ഒരാളുടെ പേരെടുത്ത് വിളിക്കുക എന്ന അർത്ഥത്തിനൊക്കെ യൂസ് ചെയ്യുന്ന ടേം ബി കോൾഡ് എന്നുള്ളതാണ്. ടു ബി കോൾഡ് കേട്ടോ, ടു ബി കോൾഡ്. അത് പലപ്പോഴും നമ്മൾ ഇഗ്നോർ ചെയ്ത് വിടുന്ന ഒരു സംഗതിയാണ്. പഠിച്ചു വെക്കുക. ഓപ്ഷൻ ബി ടു ബി കോൾഡ് എന്നുള്ളതാണ്
ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ഓപ്ഷൻ ബി ടു ബി കോൾഡ് എന്നുള്ളതാണ് ഉത്തരം. അതിന്റെ മീനിങ് ടു ഹാവ് എ സ്പെസിഫിക് നൈം, അല്ല ഒരു പേരെടുത്ത് വിളിക്കുക എന്നുള്ള അർത്ഥത്തിനാണ് കേട്ടോ. തൻ്റെ പേര് അവിടെ വന്നിട്ടുണ്ടോ, തൻ്റെ പേര് അവിടെ വന്നിട്ടുണ്ടോ എന്ന അർത്ഥത്തിനാണ്. ദെൻ 26ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ഡാഷ് ആർ യു വെയിറ്റിംഗ് ഫോർ? അപ്പോൾ കൃത്യമായിട്ടുള്ള ക്വസ്റ്റ്യൻ വേർഡ് യൂസ് ചെയ്യാൻ അറിയുന്നുണ്ടോ എന്നുള്ളതാണ് ചെക്ക് ചെയ്യുന്നത്. വൈ, വെൻ, വാട്ട്, ഹൗ ഇതൊക്കെ ക്വസ്റ്റ്യൻ വേർഡാണ്. അപ്പോൾ വാട്ട് ആർ യു വെയിറ്റിംഗ് ഫോർ എന്നാണ് വരേണ്ടത്. നീ എന്തിനു വേണ്ടിയാണ് കാത്തിരിക്കുന്നത്, അല്ലേ? നീ എന്തുകൊണ്ട് കാത്തിരിക്കുന്നു എന്ന് നമുക്കറിയാം, എന്ന് നമുക്ക് യൂസ് ചെയ്യാം. നമുക്കറിയാമെന്നല്ല, നമുക്ക് യൂസ് ചെയ്യാം, അല്ലേ? വൈ ആർ യു വെയിറ്റിംഗ് എന്ന് നമുക്ക് യൂസ് ചെയ്യാം. എന്തിനു വേണ്ടി, അല്ലെങ്കിൽ വേർ ആർ യു വെയിറ്റിംഗ്, നീ എവിടെയാണ് വെയിറ്റ് ചെയ്യുന്നത് എന്നൊക്കെ പറയാം. പക്ഷെ ഇവിടെ ഒരു ഫോർ കൂടി ഉള്ളതുകൊണ്ട് എന്തിനു വേണ്ടി, അല്ലെ? വാട്ട് ആർ യു വെയിറ്റിംഗ് ഫോർ, വാട്ട് ആർ യു വെയിറ്റിംഗ് ഫോർ എന്നാണ് വരേണ്ടത്. ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? ഓപ്ഷൻ സി ആണ്. ദെൻ 27ാമത്തെ ചോദ്യം. യു ഷുഡ് സ്പീക്ക് ടു ചിൽഡ്രൻ ഡാഷ് ജെന്റിൽനെസ് ആൻഡ് കൈൻഡ്നസ്. നിങ്ങൾ കുട്ടികളോട് ഷുഡ് എന്ന് പറയുന്നത് അഡ്വൈസിനെ സൂചിപ്പിക്കാനാണെന്ന് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞു, അല്ലെ? അഡ്വൈസിനെ സൂചിപ്പിക്കാൻ യൂസ് ചെയ്യുന്ന മോഡൽ ഓക്സിലറി വേർബാണ് ഷുഡ്. അപ്പോൾ യു ഷുഡ് സ്പീക്ക് ടു ചിൽഡ്രൻ, നിങ്ങൾ കുട്ടികളോട് വളരെ ജെന്റിൽ, സോഫ്റ്റ് ആയിട്ടും കൈൻഡ്നെസ് എന്ന് പറയുമ്പോൾ ദയോടുകൂടി സംസാരിക്കണം. അപ്പോൾ സ്പീക്ക്, ഒരാളോട് ഒരു കാര്യം സംസാരിക്കുക എന്ന ഉദ്ദേശത്തിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട പ്രിപ്പോസിഷൻ ഏതാണെന്ന് ചോദിച്ചാൽ വിത്ത് ആണ് കേട്ടോ. സ്പീക്ക് വിത്ത്, ഒരാളോട് സംസാരിക്കുക എന്ന ഉദ്ദേശത്തിൽ സ്പീക്കിനോടൊപ്പം യൂസ് ചെയ്യേണ്ട പ്രിപ്പോസിഷൻ വിത്ത് ആണ്. ഓപ്ഷൻ ഡി ആണ് അവിടുത്തെ കൃത്യമായിട്ടുള്ള ഉത്തരം. ദെൻ അടുത്ത ചോദ്യം. യു ഷുഡ് സ്റ്റാർട്ട് ഫോർ ദ സ്റ്റേഷൻ ഇമ്മീഡിയറ്റ്ലി, അതർവൈസ് യു ഡാഷ് ദ റെയിൻ. റെയിൻ അല്ല, ട്രെയിൻ ആണ് കേട്ടോ. യു ട്രെയിൻ. PSCക്ക് വളരെ ഇഷ്ടമുള്ള ഒരു സെന്റൻസ് ആണ്. റെയിൽവേ സ്റ്റേഷനിൽ പെട്ടെന്ന് എത്തണം, ഇല്ലെങ്കിൽ ട്രെയിൻ കിട്ടൂല. ബസ് സ്റ്റേഷനിൽ പെട്ടെന്ന് എത്തണം, അല്ലെങ്കിൽ ബസ് കിട്ടില്ല. PSCക്ക് ഇഷ്ടമുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ യു ഷുഡ് സ്റ്റാർട്ട് ഫോർ ദ സ്റ്റേഷൻ ഇമ്മീഡിയറ്റ്ലി. നീ പെട്ടെന്ന് തന്നെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ തയ്യാറാകണം, അല്ലെങ്കിൽ നീ ട്രെയിൻ മിസ് ചെയ്യും കേട്ടോ. അല്ലെങ്കിൽ നീ ട്രെയിൻ മിസ് ചെയ്യും എന്ന അർത്ഥത്തിനാണ്. സോ അപ്പോൾ ഷുഡ് വന്നു, ഷുഡ് അല്ലേ? നീ അങ്ങനെ പോകണം. അപ്പോൾ അവിടെ അഡ്വൈസ് ആണ്. അഡ്വൈസ് ചെയ്യുന്നത് എന്തിനാ? അഡ്വൈസ് ചെയ്യുന്നത് ഒരു കാര്യം നമുക്ക് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ്, അല്ലെ? ഭാവിയിൽ ഒരു കാര്യം സംഭവിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ്. സോ ഭാവിയെ സൂചിപ്പിക്കുന്ന, ഫ്യൂച്ചറിനെ സൂചിപ്പിക്കുന്ന വിൽ മിസ്സാണ് അവിടെ വരേണ്ടത്. ഓപ്ഷൻ എ ആണ്. അപ്പൊ ഒന്നും കൂടി പറയുന്നു, ഷുഡ് എന്ന് പറയുന്നത് മോഡൽ ഓക്സിലറി ആണ്. ഈ മോഡൽ ഓക്സിലറി അഡ്വൈസിനെ സൂചിപ്പിക്കുന്നതാണ്. അഡ്വൈസ് എന്ന് പറയുമ്പോൾ തന്നെ അഡ്വൈസ് ചെയ്യുന്നത് ഭാവിയിൽ ഒരു കാര്യം നമുക്ക് സംഭവിക്കുന്നതിന് അല്ലെങ്കിൽ സംഭവിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കത് കിട്ടും കേട്ടോ. പിന്നെ ഇവിടെ അതർവൈസ്, നീ അങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്തില്ല എങ്കിൽ, അപ്പൊ അങ്ങനെ അല്ല എങ്കിൽ എന്നർത്ഥം വരുന്ന ആ ഒരു ഫ്രൈസ് ആണ് അതർവൈസ്. നീ അങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്തില്ല എങ്കിൽ ഇങ്ങനെ സംഭവിക്കും. സോ ഇവിടെ മോഡൽ ഓക്സിലറി ഷുഡ് ആണ്. ഷുഡ് എന്തിനെ സൂചിപ്പിക്കുന്നു? അഡ്വൈസിനെ സൂചിപ്പിക്കുന്നു. അപ്പൊ അഡ്വൈസിനെ സൂചിപ്പിക്കുന്നതായതുകൊണ്ട് ഭാവിയിൽ ഒരു കാര്യം ഇങ്ങനെ നടക്കും അല്ലെങ്കിൽ ഇങ്ങനെ നടക്കില്ല എന്ന പരാമർശമാണ് അപ്പുറത്ത് വരേണ്ടത്. സോ അവിടെ നമുക്ക് ഫ്യൂച്ചർ കൊടുക്കണം. വിൽ മിസ്സിംഗ് എന്ന് വരില്ല കേട്ടോ. വിൽ എന്ന ഓക്സിലറിക്ക് ശേഷം V1 ആയിരിക്കും എപ്പോഴും വരുന്നത്. ഒരിക്കലും എന്ത് വരില്ല? ING വരില്ല. അങ്ങനെ വരണമെങ്കിൽ എന്ത് വേണം? വില്ലിന് ശേഷം ഒരു ബി വന്നിട്ട് പിന്നെ എന്ത് വരാം? മിസ്സിങ് വരാം കേട്ടോ. വില്ലിന് ശേഷം തൊട്ടുടനെ വെർബ് വന്നാൽ V1 കൊടുക്കാവൂ. വില്ലിന് ശേഷം ഒരു ബി ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ING കൊടുക്കാം. അതുകൂടി ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ദെൻ 29ാമത്തെ ചോദ്യം. ഹി നെയ്തർ ഡ്രിങ്ക്സ് ഡാഷ് സ്മോക്സ്. അപ്പൊ നെയ്തർ നോർ എന്നൊരു പ്രയോഗമുണ്ട്. അവൻ അതും ചെയ്യില്ല ഇതും ചെയ്യില്ല. അപ്പൊ അതും ചെയ്യില്ല ഇതും ചെയ്യില്ല എന്ന് സൂചിപ്പിക്കാൻ ഉള്ളൊരു പ്രയോഗമാണ് നെയ്തർ നോർ. അതുമില്ല ഇതുമില്ല. അപ്പൊ കുടിക്കുകയില്ല, പുകവലിക്കുകയില്ല, മദ്യപാനവും ഇല്ല, പുകവലിയും ഇല്ല. അപ്പൊ ഓപ്ഷൻ ബി ആണ് അവിടെ കറക്റ്റ്. അപ്പൊ ഇത് നെഗറ്റീവ് ആണ്. ഇതിന്റെ പോസിറ്റീവ് ഫോമാണ് എയ്തർ ഓർ. ഒന്നെങ്കിൽ ഇത് അല്ലെങ്കിൽ അത്. അപ്പൊ ഇതുമില്ല അതുമില്ല എന്നർത്ഥത്തിന് നെയ്തർ നോർ. ഒന്നെങ്കിൽ ഇത് അല്ലെങ്കിൽ അത് എന്നർത്ഥത്തിന് എയ്തർ ഓർ.
ഓക്കെ അല്ലേ? സോ നോറാണ് അവിടെ കൊടുക്കേണ്ടത്. ക്ലിയർ ആയോ? ദെൻ ഇന്നത്തെ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യമാണ്. പ്ലീസ് വെയിറ്റ് ഡാഷ് ഐ ആം റെഡി. ഒന്ന് കാത്തിരിക്കൂ. ഞാനൊന്ന് റെഡി ആയിക്കോട്ടെ അല്ലേ, അല്ലെങ്കിൽ ഞാൻ റെഡി ആകുന്നത് വരെ ഒന്ന് കാത്തു നിൽക്കൂ. അപ്പോൾ അതുവരെ എന്ന അർത്ഥത്തിന് ടില്ലാണ് കേട്ടോ. ഞാൻ റെഡി ആകുന്നത് വരെ കാത്തു നിൽക്കും. അപ്പോൾ വരെ എന്നുള്ള അർത്ഥത്തിന് യൂസ് ചെയ്യുന്നത് ടില്ലാണ്. ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ ശേഷമാണ് അല്ലേ. ആസ് ലോങ് എന്ന് പറഞ്ഞാൽ അത്രയും കാലത്തോളം എന്നാണ്. അങ്ങനെയല്ല നമുക്ക് വേണ്ടത്. ഞാൻ റെഡിയാകുന്നത് വരെ കാത്തു നിൽക്കൂ എന്ന അർത്ഥത്തിനാണ് വേണ്ടത്. സോ ഓപ്ഷൻ ഡി ആണ്. സോ ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 10 ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട് എന്ന് കരുതുന്നു. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഹാജാസ് ക്ലാസ്സസ് എന്ന ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള ഒട്ടനവധി ക്ലാസ്സുകളുമായിട്ട് ഹാജാസ് ക്ലാസ്സസ് നിങ്ങളുടെ മുന്നിൽ വീണ്ടും എത്തുന്നതാണ്. സോ നന്നായിട്ട് പഠിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്വപ്ന ജോലിയിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിപ്പെടാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഏവർക്കും വിജയാശംസകൾ. നന്ദി.